ഹലോ മാമ, ഇന്നലെ വീട്ടിലോട്ടല്ലേ? അല്ല, നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയി വെഡിങ് രജിസ്റ്റർ ചെയ്തിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. കൂട്ടാതെ അവര് വരുന്നേ ഉള്ളൂ. എന്താ വിളക്ക്? നിനക്കത് പറയാൻ ഞാനൊരു ഉഷാറില്ലാതെ വന്നാല് നമ്മുടെ കുടിയെല്ലാവരും വിചാരിക്കും എനിക്ക് കല്യാണം ഇഷ്ടമായിട്ടില്ല. ആ, അതും ശരിയാ. വരുന്നു വലുതാട് വെച്ച് കയറി. എന്താ അവിടെയാണ് കേട്ടോ പൂച്ചമുറി. ധ്രുവനാഥേ, ഇരിക്കാതെടാ, നീ ഇരിക്കാതെ വിടടാ എന്നെ. എന്റെ സോപ്പിൽ നിന്ന് എന്റെ തപ്പിലടാ. ക്ഷമിക്കടാ, അപ്പത്തെ സാഹചര്യത്തിൽ ഞാൻ ഒന്നും ചെയ്തതല്ലേ. നിന്നൊന്നും വിളിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാ. പറ്റിക്കൊരു ഇളവുണ്ട്. ശരി, ഇന്നൊരു പണിയുണ്ട് മോനെ. മനസ്സിലായില്ല. പക്ഷെ പെട്ടെന്ന് എടാ മോനെ, ചതിക്കല്ലടാ. സോ സോറി മാം. പണി ഫുള്ള് സെറ്റാണ്. നൈറ്റ് ആയിക്കോട്ടെ, ശരിയാക്കി തരാം. മോർണിംഗ് വന്നേ. ഇവിടെ ആദ്യത്തെ പണി എനിക്ക് ചേട്ടൻ തരാം. നീ പോയി പിന്നാമ്പലത്തുനിന്ന് ചൂടെടുത്തേച്ചും എന്നിട്ട് മുറ്റൊന്ന് തൂത്തേ. ഞാനെടുത്ത് വന്ന് ചൂടെടുത്ത് വന്നിട്ടാണ് ചൂടെടുത്ത് പോയി തിരുവനന്തപുരം മനസ്സിലേക്ക് ബാക്കി എല്ലാവരും എന്താ മഴപ്പാട്? ഇതൊക്കെ എന്തിനാണ്? ചടങ്ങൊക്കെ അതിനെ നടക്കുവാൻ നടക്കട്ടെ. മോളത് വാങ്ങിക്കും. ചേച്ചിനെ ധ്രുവായിട്ടും റൂമിലാക്കിക്കേ. ആമാ ചേച്ചി ആയോ? അത് നിറയും കുട്ടി ഇതിന്റെ റൂമിലേക്ക് പോകുന്നു. നിങ്ങളുടെ റൂമിൽ ചെന്നു അത് ഷോക്കായി. അത് റൂമിലേക്ക് നോക്കി ചെയ്തെടുക്കാൻ കഴിയും. കാരണം ധ്രുവന്റെ റൂമിൽ ഫ്രണ്ട്സ് താഴത്തേക്ക് ജയിക്കുകയാണ്. ധ്രുവായിട്ട് ദൈനിക ഭാഗത്തോടെ അവരെ നോക്കി ഇരിപ്പുണ്ട്. ഇതായിരുന്നു ധ്രുവൻകുട്ടി. ധ്രുവന് ഫ്രണ്ട്സ് കൊടുക്കണം. ഹലോ അർമീസേ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെ സോറി പറയാണ്. ഈ വീഡിയോന്റെ ലെങ്ത് ഭയങ്കര കുറവാണ്. ഞാൻ എഴുതി വന്നപ്പോൾ 2, 3, 4 പേജൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് ഒറിജിനൽ സ്റ്റോറിയാണ്. എനിക്ക് എഴുതണതിന് ഒരു പരിധിയുണ്ട്. അന്ന് നടന്ന സംഭവങ്ങൾ ആണ് ഞാൻ എഴുതുന്നത്. റിയൽ സ്റ്റോറിയാണ്. പക്ഷെ അതിൽ കുറെ മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അതിന്റെ ചിലതൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് ലെങ്ത് പറയുന്നത്, ഷോർട്ടായിട്ട് പോകുന്നത്. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടായിരിക്കും ഫൈനല്. അത് കുറച്ച് ഡിലേ ആവും. കാരണം എനിക്ക് തീരെ വയ്യ. എനിക്ക് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഞാൻ പച്ച കിടപ്പിലായിട്ടുണ്ട്. റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട്
ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം ഞാൻ എഴുതുള്ളൂ. അതുപോലെ തന്നെ ഡബ് ചെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് കഴിഞ്ഞതായിരിക്കും. പിന്നെ ഇതൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത്, എൻ്റെ ചാനലിൽ ഇടുന്ന സ്റ്റോറീസൊക്കെ രണ്ടാമത് ഒഴികെ ബാക്കി എല്ലാ സ്റ്റോറീസും റിയൽ ഇൻസിഡൻസിന്റെ ബേസിലാണ് ഞാൻ എഴുതിയത്. സംസാരിക്കാൻ വയ്യാതുണ്ടെങ്കിൽ നല്ല വേദനയുണ്ട്. റിയൽ ഇൻസിഡൻസിന്റെ ബേസിലാണ് എഴുതിക്കുന്നത്. അതിൽ പ്രണവ് റിയൽ ഇൻസിഡന്റ് അതേപോലെ ഒന്നും കറക്ഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. അത് അതേപോലെ എഴുതി ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.